നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 1, ആമുഖം. ജീനെ കി രാഹ് എന്ന പുസ്തകം, ജീവിതരീതി എന്ന പുസ്തകം എല്ലാ വീട്ടിലും സൂക്ഷിക്കാൻ യോഗ്യമാണ്. ഇത് വായിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇഹത്തിലും പരത്തിലും സന്തുഷ്ടരാകും. നിങ്ങൾ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടും. വീട്ടിലെ അസ്വസ്ഥതകൾ അവസാനിക്കും. പുത്രന്മാരും മരുമക്കളും അവരുടെ മാതാപിതാക്കളെ അസാധാരണമായി സേവിക്കും. പരമാത്മാവ് ഗ്രഹത്തിൽ വസിക്കും. പ്രേത ആത്മാക്കൾ എന്നുവെച്ചാൽ ഭൈരവൻ, അതായത് പിതൃക്കൾ, വേതാളം തുടങ്ങിയ ദുഷ്ടാത്മാക്കൾ ആ കുടുംബത്തിന്റെ അടുത്ത പോലും വരില്ല. അർദ്ധദൈവങ്ങൾ ആ ഭക്ത കുടുംബത്തെ സംരക്ഷിക്കും. ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ദീക്ഷ സ്വീകരിക്കുകയും നിയമപ്രകാരം പൂജിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന് അകാല മരണം ഉണ്ടാകില്ല. നശിച്ചുപോയ കുടുംബങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ സമൃദ്ധമാകും. ഈ പുസ്തകം കൈവശമുള്ള ഒരു കുടുംബം അത് വായിക്കുകയും തൽഫലമായി ഒരാളുടെ ആത്മാവിനെ സ്പർശിക്കുന്ന അത്തരം തെളിവുകൾ ഈ പുസ്തകത്തിൽ ഉള്ളതിനാൽ അവർ അഡിക്റ്റായി മാറും. ഒരാൾക്ക് മദ്യം, പുകയില, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയോട് വളരെ വെറുപ്പുണ്ടായിരിക്കും. അവരുടെ പേരുകൾ പറയുമ്പോൾ പോലും ഒരാളുടെ ആത്മാവ് വിറയ്ക്കും. മുഴുവൻ കുടുംബവും സന്തോഷകരമായ ജീവിതം നയിക്കും. ജീവിതയാത്ര അനായാസം കടന്നുപോകും. എന്തെന്നാൽ ജീവന്റെ വഴി തെളിഞ്ഞുവരും. ഈ പുസ്തകത്തിൽ സമ്പൂർണ്ണ പരമാത്മാവിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾ കണ്ടെത്തും. അദ്ദേഹത്തിന്റെ പേരെന്താണ്, അദ്ദേഹത്തിന്റെ ആരാധന രീതി എന്താണ്, മനുഷ്യജീവിതം സഫലമാകും. കുടുംബത്തിൽ ദുരാചാരങ്ങൾ ഉണ്ടാകില്ല. ദൈവകൃപ എപ്പോഴും അതിന്മേൽ വർഷിക്കും. പരമോന്നതമായ ജീവിതമാർഗം നേടുന്നതിലൂടെ ഒരാളുടെ യാത്ര എളുപ്പമാകും. ഈ പുസ്തകം വീട്ടിൽ സൂക്ഷിക്കാത്ത ഒരാൾ പരമോന്നതമായ ജീവിതമാർഗം ലഭിക്കാത്തതിനാൽ അവൻ അല്ലെങ്കിൽ അവൾ ലോകത്തിന്റെ കാടുകളിൽ നഷ്ടപ്പെടുകയും അവളുടെ വിലപ്പെട്ട ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ വാസസ്ഥലത്ത് എത്തിപ്പെട്ടാൽ ഒരാൾക്ക് പശ്ചാത്താപമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. പരമോന്നതമായ ജീവിതമാർഗം കണ്ടെത്താത്തതിനാൽ നിങ്ങളുടെ ജീവിതം പാഴാക്കിയെന്ന് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കും, ദൈവമേ, ദയവായി എനിക്കൊരു മനുഷ്യജീവിതം കൂടി തരൂ. യഥാർത്ഥ ഹൃദയത്തോടെ ഞാൻ യഥാർത്ഥ ഭക്തി ചെയ്യും. യഥാർത്ഥ ജീവിത രീതി അറിയാൻ ഞാൻ സത്സംഗത്തിന് പോകും. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഭക്തി ചെയ്യും. എന്റെ ക്ഷേമം ഞാൻ ചെയ്തു തരാം. നിങ്ങളുടെ മുൻകാല ജീവിതങ്ങളുടെ സിനിമ ആ ദൈവത്തിന്റെ കോടതിയിൽ ഓഫീസിൽ പ്ലേ ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യജീവൻ ലഭിക്കുമ്പോഴെല്ലാം ഓരോ തവണയും നിങ്ങൾ ഒരേ കാര്യം പറയുന്നു, എനിക്ക് ഒരു മനുഷ്യജീവിതം കൂടി തരൂ. ഞാൻ ഒരിക്കലും ഒരു തിന്മയും ചെയ്യില്ല. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഭക്തി ചെയ്യും. എന്റെ ഉപജീവനത്തിനായി ഞാൻ എന്റെ ജോലിയും ചെയ്യും. ഒരു സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ രക്ഷിക്കും. മോക്ഷം. ഈ മനുഷ്യജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഭക്തി ചെയ്യും. എന്റെ ഉപജീവനത്തിനായി ഞാൻ എന്റെ ജോലിയും ചെയ്യും. ഒരു സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ രക്ഷിക്കും. മോക്ഷം. ഈ മനുഷ്യജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ല. അപ്പോൾ പരമാത്മാവ് പറയുന്നു, നീ നിന്നെ തന്നെ വിഡ്ഢിയാക്കി, നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് പാപങ്ങളുടെ ഒരു ലോറിയുമായി ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കും എന്നെ കബളിപ്പിക്കണം. പോയി തുലയൂ. പിന്നെ 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ ശരീരത്തിൽ കറങ്ങുക. നിങ്ങൾക്ക് ഒരു മനുഷ്യജീവൻ, അതായത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, നിങ്ങൾക്ക് ഒരു മനുഷ്യജീവൻ, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ലഭിക്കുമ്പോഴെല്ലാം സന്യാസിമാരുടെ സത്സംഗം, വാണികൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും സ്വയം മോക്ഷം നേടുകയും ചെയ്യുക. ഈ പുണ്യഗ്രന്ഥം വായിക്കുന്നതിലൂടെ നിങ്ങളുടെ 101 തലമുറകൾ ഇഹലോകത്തും പരലോകത്തും സന്തോഷത്തോടെ നിലനിൽക്കട്ടെ എന്ന് വായനക്കാരോടുള്ള അഭ്യർത്ഥനയാണ്. പരമാത്മാവിന്റെ കൽപ്പനയായി കരുതി കുടുംബം മുഴുവൻ വായിക്കണം. ഒരാൾക്ക് വായിക്കാം, മറ്റുള്ളവർക്ക് കേൾക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തം കോപ്പി വാങ്ങി ദിവസവും വായിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വിഷയവും ശരിയാണെന്ന് കരുതുക. അതിനെ നിസ്സാരമായി കാണരുത്. ഇത് ഒരു തമാശക്കാരൻ ഉണ്ടാക്കിയതല്ല. പരമോന്നത പരമാത്മാവിന്റെ ദാസനായ രാംപാൽ ദാസ് എന്റെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യരാശിയുടെ ക്ഷേമം ലക്ഷ്യമാക്കി എഴുതിയതാണ്. അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക. സത് സാഹിബ്. രചയിതാവ് ദാസനായ രാംപാൽ ദാസ്. സ്വാമി രാംദേവാനന്ദന്റെ ശിഷ്യൻ. സത്ലോക് ആശ്രമം, ബർവാല, ജില്ല ഹിസാർ, ഹരിയാന, ഭാരതം.
നിങ്ങളിപ്പോൾ സമാധാനപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ 2. 2 വാക്ക്, പേജ് നമ്പർ 1. ഒരു വ്യക്തിയുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത് ജനനത്തിൽ നിന്നാണ്. അവന്റെ അല്ലെങ്കിൽ അവളുടെ ലക്ഷ്യസ്ഥാനം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ഇവിടെ ഈ പവിത്ര ഗ്രന്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതയാത്രയുടെ വിശദമായ വിവരണമുണ്ട്. ഒരു മനുഷ്യന്റെ, അതായത് പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. ഒരാളുടെ പാതയിൽ പാപങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും കുഴികളും മുള്ളുകളുമുണ്ട്. ഇത് കേൾക്കുമ്പോൾ പാപങ്ങൾ തീർച്ചയായും തടസ്സങ്ങളാണെങ്കിലും സത്കർമ്മങ്ങൾ സന്തോഷത്തിന്റെ ദാതാവാണെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. അവയെ കുഴികളെന്ന് വിളിക്കുന്നത് ശരിയല്ല. അതിന്റെ ഹ്രസ്വവിവരണം: പാപങ്ങൾ പോലെയുള്ള കുഴികളും മുള്ളുകളും. വേദാധിഷ്ഠിത ആരാധനയിലൂടെ മോക്ഷം നേടാൻ ഒരു മനുഷ്യജീവിതം കൈവരിക്കുന്നു. പാപപ്രവൃത്തികളുടെ കഷ്ടപ്പാടുകൾ ഭക്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന്, പാപങ്ങൾ കാരണം ഒരാൾ ശരീരത്തിൽ നിന്നും ഒരു രോഗബാധിതനാകുന്നു. കന്നുകാലികൾക്കും വിളകൾക്കും നഷ്ടം സംഭവിക്കുന്നു. അതിനാൽ ഒരാളുടെ കടം വർദ്ധിക്കുന്നു. കടക്കെണിയിലായ ഒരാൾ രാവും പകലും ആശങ്കാകുലനാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് ഭക്തി ചെയ്യാൻ കഴിയില്ല. സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം പരമേശ്വരൻ ആ ഭക്തന്റെ മുകളിൽ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നു. അപ്പോൾ ആ ഭക്തൻ അവന്റെ അവളുടെ ധർമ്മപരമായ ആചാരങ്ങൾ കൂടുതൽ ഭക്തിയോടെ ചെയ്യാൻ തുടങ്ങുന്നു. പരമാത്മാവിലുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ വിശ്വാസം വർദ്ധിക്കുന്നു, ഉറച്ചതാകുന്നു. എന്നാൽ ഒരു ഭക്തൻ അവനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. അതുപോലെ വിശ്വസ്തയായ ഒരു ഭാര്യ തന്റെ ലൈംഗികാഭിലാഷം, അതായത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ നിറവേറ്റാൻ തന്റെ സ്വപ്നത്തിൽ പോലും തന്റെ ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും കുറിച്ച് ചിന്തിക്കില്ല. മറ്റേയാൾ എത്ര സുന്ദരനാണെങ്കിലും അവളുടെ ഭർത്താവ് അവൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അവൻ അവളെ അസാധാരണമായി സ്നേഹിക്കുന്നു. അതുപോലെ ദീക്ഷ സ്വീകരിച്ച ശേഷം ഒരു ആത്മാവ് പരമാത്മാവുമായി ഐക്യപ്പെടുന്നു. ഗുരുജി ആത്മാവിനെ പരമാത്മാവുമായി വിവാഹം കഴിപ്പിക്കുന്നു. മനുഷ്യ ശരീരമുള്ള ആ ആത്മാവ് തന്റെ പരമോന്നത ഭർത്താവിൽ യജമാനനായ പരമാത്മാവിന് ഒരു വിശ്വസ്ത ഭാര്യയെപ്പോലെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മറ്റേതെങ്കിലും ദേവത തന്റെ ആഗ്രഹം നിറവേറ്റാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അവളുടെ പരമോന്നത ഭർത്താവ്, അതായത് യജമാനൻ, ദൈവം അവളുടെ ജീവിതപാതയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും പാപപ്രവൃത്തികളുടെ മുള്ളുകളും തൂത്തുവാരുന്നു. ആ ആത്മാവിന്റെ ജീവിതപാത എളുപ്പവും തടസ്സങ്ങളില്ലാത്തതുമാകുന്നു. അവൻ അല്ലെങ്കിൽ അവൾ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. ആ ആത്മാവിനു വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത്? പരമോന്നത പരമാത്മാവ് കബീർജിയിൽ നിന്ന് നേടിയ അറിവിൽ നിന്ന് സന്ത് ഗരീബ് ദാസ് ജി ഇത് വിവരിച്ചിട്ടുണ്ട്. ഗരീബ് പതിവ്രത ജമീ പർ ജോ ജോ ധരി ഹെ പാവേ, സമർത്ഥ് ഝാഡു ദേത് ഹെ നാ കാണ്ടാ ലഗ് ജാവേ. പരമാത്മാവ് കബീർജി പ്രസ്താവിച്ചു. കബീർ, സാധക് के लक्षण कहूं रहे जो पतिव्रता नारी, कह कबीर परमात्मा को लगे आत्मा प्यारी. पतिव्रता के भक्ति पथ को आप साफ करे करतार, आन उपासना त्याग दे सो पतिव्रता पार. ഭക്തിയുടെ പാതയിൽ തടസ്സമാകുന്ന പാപങ്ങൾ ഭക്തി ചെയ്യുന്നതിലൂടെ നശിപ്പിക്കപ്പെടുന്നു. കബീർ, जब ही सत्यनाम हृदय धरो भयो पाप को नाश, जैसे चिंगारी अग्नि की परे पुराने घास. അതിനാൽ ഒരു സമ്പൂർണ്ണ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം എല്ലാവരും, പുരുഷൻ, സ്ത്രീ, കുട്ടികൾ, 3 വയസ്സിന് ശേഷം ചെറുപ്പക്കാർ എന്നിവർ തീർച്ചയായും ഭക്തി ചെയ്യണം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ നമ്പർ 2. 2 വാക്ക്, പേജ് നമ്പർ 2. പുണ്യകർമ്മങ്ങളും ഭക്തിയുടെ പാതയിൽ തടസ്സം സൃഷ്ടിക്കുന്നു. മുൻ ജന്മത്തിലെ പുണ്യകർമ്മങ്ങളുടെ ഫലമായി ഒരാൾക്ക് വീട്ടിൽ സമ്പത്ത്, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. ആർക്കെങ്കിലും ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു. അത് ഭക്തിക്ക് തടസ്സമാണ്. ആ ആശ്വാസം ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകറ്റുന്നു. അത്തരമൊരു സുഖവും ജീവിതപാതയിൽ ഒരു തടസ്സമാണ്. അത് പരമാത്മാ സാക്ഷാത്കാരത്തിന്റെ ലക്ഷ്യസ്ഥാനത്തെ കൂടുതൽ ദൂരത്തേക്ക് നീക്കുന്നു. കബീർ, സുഖ കെ മാഥെ പത്ഥർ പടോ, നാം ഹൃദയ സേ ജാവേ, ബലിഹാരി വാ ദുഃഖ കെ ജോ പൽ പൽ നാം രട്ടാവേ. പണക്കാരനും ഉയർന്ന പദവിയിലുള്ളവനുമായ ഒരാളോട്
നിങ്ങൾ പരമാത്മാവിന്റെ കഥ പറയാൻ ശ്രമിച്ചാൽ അയാൾക്ക് അതിൽ താല്പര്യമുണ്ടാകില്ല. മറുവശത്ത് പാപപ്രവർത്തികളുടെ പ്രഹരങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായി പരമാത്മാവിന്റെ വിഷയം ചർച്ച ചെയ്യുക. അവനോട് പറയുക, പരമാത്മാവ് എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാക്കുന്നു. നിങ്ങൾക്ക് പരമാത്മാവിനെ ആരാധിക്കാം. നോക്കൂ, നമ്മുടെ ഗ്രാമത്തിലെ അത്തരത്തിലുള്ള ഒരാൾ ആ സന്ധിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് സന്തോഷിച്ചു. അവനും നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ആ ദുഃഖിതൻ ഭക്തി ചെയ്യാൻ തുടങ്ങുന്നു. ആ ദുരിതം അവന് അനുഗ്രഹമായി മാറി. സന്തുഷ്ടനായൊരു വ്യക്തിയോട് നാം എങ്ങനെ വിശദീകരിക്കും? നല്ല പ്രവൃത്തികളുടെ മതിയായ ശേഖരമുണ്ട് ആ ധനികന്. തന്റെ സത്കർമ്മങ്ങളുടെ ഫലം ഭക്ഷിക്കുകയും ശൂന്യമാവുകയും പാപങ്ങളുടെ ഒരു ട്രെയിൻ ചരക്ക് ഭാരം ശേഖരിക്കുകയും ചെയ്തു. മരണശേഷം തലയും തൂക്കി ഭയത്തോടെ ദൈവത്തിന്റെ കോടതിയിലേക്ക് പോകും. പട്ടിയുടെയും കഴുതയുടെയും പന്നിയുടെയും ജീവൻ അവന് ലഭിക്കും. ഇതിന് വിപരീതമായി പരമാത്മാ ഭക്തി അനുഷ്ഠിച്ച് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദുഃഖിതനും ദരിദ്രനുമായ ഒരാൾ നിലവിലെ ജീവിതത്തിൽ സന്തുഷ്ടനാകും. പാപകർമ്മങ്ങളിൽ നിന്ന് സ്വയം രക്ഷിച്ച് ഭക്തി സമ്പത്തുകൊണ്ട് സമ്പന്നമായ പുണ്യകർമ്മങ്ങളുടെ ഒരു ഗുഡ്സ് ട്രെയിൻ കയറ്റി ഒരുവൻ നിർഭയമായി ദൈവത്തിന്റെ കോടതിയിലേക്ക് പോകും. ദൈവം അവനെ ആശ്ലേഷിക്കും. ആ ഭക്തന് മോക്ഷം നൽകി ദൈവം അവനെ എന്നേക്കും സന്തോഷിപ്പിക്കും. അഥവാ ധനികനും ഉയർന്ന പദവിയിലുള്ള സന്തുഷ്ടനുമായ ഒരു വ്യക്തിയും ഭക്തി ചെയ്യാൻ തുടങ്ങിയാൽ അവന്റെ ദൗത്യം പൂർത്തിയായി. മോക്ഷത്തിൽ ഒരു തടസ്സവുമില്ല. ചോദ്യം: ഒരു മാന്യൻ പറഞ്ഞു, ഞാൻ ലഹരി വസ്തുക്കളൊന്നും കഴിക്കുന്നില്ല. എല്ലാ ദുഷ്പ്രവണതകളിൽ നിന്നും ഞാൻ അകന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ സഹോദരിമാരെയും പെൺമക്കളെയും ഞാൻ എന്റേതായി കണക്കാക്കുന്നു. ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല. എനിക്ക് ഭക്തി ചെയ്യേണ്ടതില്ല. എല്ലാത്തരം ദുഷ്പ്രവർത്തികളും ചെയ്തിരുന്ന ചീത്തപ്പേരുള്ള അത്തരം പുരുഷന്മാരും സ്ത്രീകളും സത്സംഗത്തിന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉത്തരം: 2 ഏക്കർ സ്ഥലമുണ്ട്. 1 ഏക്കർ നിലം ഉഴുതുമറിച്ചു. അതായത് കളയും കുറ്റിക്കാടുകളും പുല്ലും കുഴിച്ച് കലപ്പയോ ട്രാക്ടറോ ഉപയോഗിച്ച് ഉഴുതു. പക്ഷെ വിത്ത് പാകിയിട്ടില്ല. 2-ാമത്തെ ഏക്കർ സ്ഥലത്ത് കളകളും കുറ്റിക്കാടുകളും പുല്ലും എല്ലാം വളർന്നു നിൽക്കുന്നു. അപ്പോൾ രണ്ടും ഉപയോഗശൂന്യമാണ്. 2-ാമത്തെ ഏക്കർ നിലം ഉഴുതുമറിച്ച് വെട്ടിത്തെളിച്ച് ഒരാൾ അതിൽ ഗോതമ്പ് വിതച്ചു. ആദ്യം വെട്ടിത്തളിച്ച സ്ഥലത്ത് ഒന്നും വിതച്ചില്ലെങ്കിൽ ആദ്യത്തെ നിലത്തേക്കാൾ 2-ാമത്തെ നിലം വളരെ ഉപയോഗപ്രദമാണ്. അതിൽ വിത്ത് പാകിയിട്ടില്ല. അതിനു മുൻപ് നിങ്ങൾ വൈകല്യങ്ങളിൽ നിന്നും പൂർണ്ണ ഗുണങ്ങളിൽ നിന്നും മുക്തനാണെങ്കിൽ നിങ്ങൾ ഭക്തിയുടെ വിത്ത് പാകേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 3, ചാപ്റ്റർ നമ്പർ 2. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വയലിന് സമാനമായ ശരീരം പ്രയോജനകരമാകൂ. തെറ്റുകൾ ചെയ്തിരുന്നവർ അറിവ് നേടി. തെറ്റുകൾ ഉപേക്ഷിച്ച് അവർ ഭക്തി ചെയ്യുകയാണെങ്കിൽ അവർ അവരുടെ ജീവിത രീതി മാറ്റി. അവർ അത് മായ്ച്ചു. അവരുടെ ലക്ഷ്യസ്ഥാനം അടുത്തെത്തിയിരിക്കുന്നു. ഒരു വേശ്യ കബീർ പരമാത്മാവിന്റെ സത്സംഗം ശ്രവിക്കുകയും അവളുടെ ജീവിത രീതി മാറ്റിമറിക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾ തുടർന്ന് വായിക്കും. ദീക്ഷ സ്വീകരിച്ച് അവൾ സത്സംഗത്തിന് പോകാൻ തുടങ്ങി. നഗരത്തിലെ ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുപ്രസിദ്ധരായ സ്ത്രീകൾ കബീറിന്റെ സത്സംഗത്തിന് പോകുന്നു എന്നവർ കുശിക്കുശിക്കാൻ തുടങ്ങി. അവനൊരു നല്ല സന്യാസിയല്ല. അത്തരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും മാത്രമാണ് അദ്ദേഹത്തിന്റെ സത്സംഗത്തിന് പോകുന്നത്. നിങ്ങളുടെ സഹോദരിയെയോ മകളെയോ അവിടെ പോകാൻ അനുവദിക്കരുത്. ആളുകളുടെ ഈ വീക്ഷണങ്ങൾ കേട്ട് ചില ഭക്തർ ഗുരുജിയോട് ഗ്രാമവാസികളുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പരമാത്മാവായ കബീർ പറഞ്ഞു, കുഷ്ടി ഹോ സന്ത് ബന്ദഗി കീജിയെ, ജെ ഹോ വൈശ്യ കോ പ്രഭു വിശ്വാസ്, ചരൺ ചിത് ദീജിയെ. അർത്ഥം: ഒരു ഭക്തന് കുഷ്ഠം ബാധിച്ച് അവൻ ഭക്തി ചെയ്യാൻ തുടങ്ങിയാൽ ഭക്തസമൂഹം അവനെ വെറുക്കരുത്. മറ്റു ഭക്തരോട് ചെയ്യുന്നത് പോലെ അവർ അവനെ വന്ദിക്കണം. അവർ അവനെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഭക്തിയിലൂടെ അവന്റെ ജീവിതം വിജയിക്കും. അവന്റെ രോഗവും ഭേദമാകും. അതുപോലെ ഒരു വേശ്യയായ മകളോ സഹോദരിയോ ഭക്തി ചെയ്യാനും സത്സംഗത്തിന് വരാനും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ദൈവത്തിൽ വിശ്വാസം വളർത്തിയെടുത്തു. അവൾ സത്സംഗത്തിന്റെ പാഠങ്ങൾ ശ്രവിച്ചാൽ അവൾ തന്റെ ദുർനടപ്പ് ഉപേക്ഷിക്കും. അവളുടെ ക്ഷേമം നടത്തും. സമൂഹത്തിൽ നിന്ന് ദുരാചാരങ്ങൾ ഇല്ലാതാകും. അവൾ സത്സംഗത്തിന് പോലും വന്നില്ലെങ്കിൽ അവളുടെ പാപങ്ങൾ അവൾ എങ്ങനെ അറിയും? അതുപോലെ മുഷിഞ്ഞ തുണി സോപ്പും വെള്ളവുമായി സമ്പർക്കം പുലർത്തുന്നില്ലെങ്കിൽ അതെങ്ങനെ ശുദ്ധമാകും? അതിനാൽ അത്തരം കുപ്രസിദ്ധയായ സ്ത്രീയും ഭക്തി ചെയ്യുന്നുണ്ടെങ്കിൽ സത്സംഗത്തിന് വരാൻ മടിക്കാതിരിക്കാൻ അവളെ പ്രത്യേകം ബഹുമാനത്തോടെ വന്ദിക്കുക. നീ അവളെ തടഞ്ഞാൽ നിനക്ക് പാപം സംഭവിക്കും. കഥ കൂടുതൽ അറിയാൻ പേജ് നമ്പർ 99 ജീവിത രീതി ഈ പുസ്തകത്തിൽ തന്നെ വായിക്കുക.
അതിന്റെ തലക്കെട്ട് കബീർജിയുടെ ശിഷ്യന്മാരുടെ പരീക്ഷണങ്ങൾ എന്നാണ്. ഇതേ തെളിവ് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 30 ആരെങ്കിലും വളരെ ദുഷ്ടനാണെങ്കിലും അവൻ വിശ്വാസത്തോടെ ദൈവഭക്തി ചെയ്യാൻ തുടങ്ങിയാൽ അവനെ ഒരു മഹാത്മാവിന് തുല്യമായി കണക്കാക്കണമെന്ന് എഴുതിയിരിക്കുന്നു. സന്യാസിമാരുടെ വീക്ഷണങ്ങൾ ശ്രവിച്ച ശേഷം അവൻ പരിഷ്കരിക്കപ്പെടുകയും അവന്റെ മോക്ഷം നേടുകയും ചെയ്യും. അതിനാൽ ഒരു മനുഷ്യൻ ഒരു ഗുരുവിന്റെ അഭയം നേടിയ ശേഷം തീർച്ചയായും ഈശ്വരഭക്തിയും ദാനധർമ്മവും ചെയ്യണം. പൂജ്യനായ കബീർ ഇപ്രകാരം പ്രസ്താവിച്ചു: കബീർ, മാനുഷ് ജൻ ദുർലഭ ഹൈ, മിലെ ന ബാരംബാർ. തർവർ സെ പത്താ ടൂട്ട് ഗിരി, ബഹുർ നാ ലാഗെ ഡാർ. അർത്ഥം: ഹേ മനുഷ്യ, ഈ മനുഷ്യ ജീവിതം പുരുഷനല്ലെങ്കിൽ സ്ത്രീ കാലങ്ങൾക്ക് ശേഷം വളരെ പ്രയാസപ്പെട്ടാണ് ലഭിക്കുന്നത്. അത് ആവർത്തിച്ച് ലഭിക്കുന്നില്ല. ഈ ദേഹത്തിലിരിക്കുമ്പോൾ ഈശ്വരഭക്തി ചെയ്യുക, മംഗളകർമ്മങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ ശരീരം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതേ അവസ്ഥ കൈവരിക്കാൻ കഴിയില്ല. അതായത് മനുഷ്യ ശരീരം നേടാൻ കഴിയില്ല. ഒരു മരത്തിൽ നിന്ന് വേർപ്പെടുത്തിയ ഇല പോലെ അതേ ശാഖയിൽ വീണ്ടും ഘടിപ്പിക്കില്ല. അതിനാൽ മനുഷ്യ ജീവിതത്തിന്റെ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ കബീർജി പറഞ്ഞു: കബീർ, മാനുഷ് ജൻ പായ്ക്കർ നെയ് രട്ടെ ഹരി നാം, ജൈസെ കുണ ജൽ ബിന ബൻവായ ക്യാ കാം. നിങ്ങളിപ്പോൾ സമാധാനപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ 2, പേജ് നമ്പർ 4. അർത്ഥം: മനുഷ്യ ജീവിതത്തിൽ ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ ആ ജീവിതം കിണറിന്റെ ഗുണങ്ങളില്ലാത്ത മനോഹരമായ കിണർ പോലെയാണ്. ഒരു കിണറ്റിൽ വെള്ളമില്ലെങ്കിലോ അതിൽ വെള്ളമുണ്ടെങ്കിലും അത് ഉപ്പുള്ളതാണെങ്കിൽ കുടിക്കാൻ കൊള്ളില്ല. അപ്പോഴും അതിനെ കിണർ എന്ന് വിളിക്കുന്നു. പക്ഷെ അതിന് ഒരു കിണറിന്റെ ഗുണമില്ല. അതുപോലെ ഒരു മനുഷ്യൻ ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെയും മനുഷ്യൻ എന്ന് വിളിക്കുന്നു. പക്ഷെ അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു മനുഷ്യന്റെ ഗുണങ്ങളില്ല. മുൻ ജന്മങ്ങളിൽ ചെയ്ത മംഗളകരവും അശുഭകരവുമായ കർമ്മങ്ങൾ കാരണം ഒരാൾ ആരോഗ്യവാനാണ്. പെട്ടെന്ന് അസുഖം പിടിപെട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ചികിത്സയ്ക്ക് ശേഷം മരിക്കുന്നു. ഒരാൾക്ക് ജന്മനാ അസുഖമുണ്ട്. ജീവിതത്തിലുടനീളം കഷ്ടപ്പാടുകൾക്ക് ശേഷം അവൻ അല്ലെങ്കിൽ അവൾ മരിക്കുന്നു. ഒരാൾ പാവമാണ്. ഒരാൾ ധനികനായി ജനിക്കുന്നു. ഒരാൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. മറ്റൊരാൾക്ക് കുട്ടികളില്ല. ഒരാൾക്ക് പെൺമക്കൾ മാത്രമേ ഉള്ളൂ. അവൻ അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ചാലും ഒരു മകനെ ലഭിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഇതെല്ലാം സഹിക്കുന്നത് മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായാണ്. ഒരാൾ വീണ്ടും ഭക്തി ആരംഭിക്കുന്നതുവരെ ഒരുവൻ ഇതിനകം വിധിക്കപ്പെട്ടത് നേടിക്കൊണ്ടിരിക്കുന്നു. ഒരു സമ്പൂർണ്ണ സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് നിയമങ്ങൾക്കനുസൃതമായി ഒരാൾ ഭക്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ മംഗളകരമായ കർമ്മങ്ങളുടെ ഉയർച്ച കാരണം കഷ്ടതയുടെ കാലഘട്ടം സന്തോഷമായി മാറാൻ തുടങ്ങുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട രീതി, ചാപ്റ്റർ നമ്പർ 3. മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള പൊതുവായ വിശ്വാസം, മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള സാധാരണയായ ധാരണ. യഥാർത്ഥ ജ്ഞാനം ലഭിക്കാത്ത കാലത്തോളം സാധാരണ ജനങ്ങളുടെ ധാരണ മാത്രമായിരിക്കും ഉള്ളത്. 1. വലുതാകുമ്പോൾ വിദ്യാഭ്യാസം നേടി ജോലി കണ്ടെത്തുമ്പോൾ ഞാൻ വിവാഹം കഴിക്കുകയും എന്റെ കുടുംബത്തെ നോക്കുകയും ചെയ്യും. ഞാൻ എന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകും. അപ്പോൾ അവർക്ക് ജോലി കിട്ടും. എന്നിട്ട് ഞങ്ങൾ അവരെ വിവാഹം കഴിപ്പിക്കും. ദൈവം നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളെ നൽകും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി തീരും. പലപ്പോഴും ഗ്രാമത്തിലെയും അയൽഗ്രാമത്തിലെയും പ്രായമായ ആളുകൾ ഒത്തുകൂടി പരസ്പരം സുഖവിവരങ്ങൾ ചോദിക്കുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു: ദൈവാനുഗ്രഹത്താൽ എനിക്ക് 2 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അവരെ വളർത്താനും പഠിപ്പിക്കാനും ഞാൻ കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ അവരെ വിവാഹം കഴിപ്പിച്ചു. എല്ലാവർക്കും ആൺമക്കളും പെൺമക്കളുമുണ്ട്. എന്റെ ദൗത്യം പൂർത്തിയായി. ഞാൻ വയസ്സായി. ഇപ്പോൾ എനിക്ക് മരിക്കാം. എന്റെ ജീവിതം വിജയിച്ചു. കുടുംബം ആരംഭിച്ചു. എന്റെ പേര് ലോകത്ത് നിലനിൽക്കും. വ്യാഖ്യാനം: മുകളിൽ സൂചിപ്പിച്ച അക്കൗണ്ടിൽ എന്ത് ലഭിച്ചാലും അത് വിധിയിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. പുതിയതൊന്നും ലഭിച്ചില്ല. ഒരാൾ വിവാഹിതനായി, ഒരു മകളുണ്ടായി. ഒരു പുത്രനുണ്ടായില്ലെങ്കിൽ അവന്റെ കുലം പ്രചരിപ്പിക്കില്ല എന്നത് മനുഷ്യ സമൂഹത്തിന്റെ ഒരു വിശ്വാസമാണ്. എന്നാൽ ആത്മീയ വിജ്ഞാനത്തിന്റെ വീക്ഷണകോണിൽ മകനും മകളും എന്ന വ്യത്യാസമില്ല. അടുത്ത കുട്ടി ഒരു മകനായിരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. രണ്ടാമത്തേതും ഒരു മകളായിരുന്നു. മൂന്നാമത്തെ അവസരത്തിൽ ദൈവം തനിക്ക് ഒരു മകനെ നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. മൂന്നാമത്തേതും ഒരു മകളായിരുന്നു. ഈ രീതിയിൽ അദ്ദേഹത്തിന് 5 പെൺമക്കളുണ്ടായി. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മകനുണ്ടായില്ല. ഈ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമാണ്, ഒരാൾ ആഗ്രഹിക്കുന്നതും ഒരാൾ ചെയ്യുന്നതും ലഭിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും അത് സംഭവിക്കാൻ വിധിക്കപ്പെട്ടതാണ്.
ഇതാണ് ദൈവത്തിന്റെ ഭരണം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 5. സമ്പൂർണ്ണ സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഭക്തി അനുഷ്ഠിക്കണം. ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അവൻ തീർച്ചയായും ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്യണം. അല്ലാത്ത പക്ഷം മുൻ ജന്മങ്ങളിലെ മംഗളകർമ്മങ്ങളുടെ ഫലം പൂർത്തിയാക്കി അവൻ ദൈവത്തിന്റെ കോടതിയിലേക്ക് വെറും കൈയോടെ പോകും. അപ്പോൾ മൃഗങ്ങളുടെ ജീവിതത്തിലും മറ്റും അവൻ കഷ്ടപ്പെടേണ്ടി വരും. ഒരു കർഷകൻ തന്റെ വയലിൽ ഗോതമ്പ്, ചെറുപയർ മുതലായവ വിതയ്ക്കുന്നത് പോലെ പിന്നീട് കഠിനാധ്വാനം ചെയ്ത് മൂപ്പെത്തിയ ശേഷം അവൻ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് തന്റെ സ്റ്റോർ റൂമിൽ സംഭരിക്കുന്നു. അവൻ വീണ്ടും വിത്ത് വിതച്ച് വിള തയ്യാറാകാതെ കഴിഞ്ഞ വർഷത്തെ ഗോതമ്പും ചെറുപയറും മാത്രം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ അയാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. കാരണം മുൻ വർഷത്തെ ഗോതമ്പും ചെറുപയറും ഇപ്പോഴും അവശേഷിക്കുന്നു. പക്ഷെ അന്ന് സംഭരിച്ച ധാന്യങ്ങൾ തീരുകയും കർഷക കുടുംബം ദരിദ്രരാകുകയും ചെയ്യും. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്നതെന്തും മുൻ ജന്മങ്ങളുടെ ശേഖരമാണ്. വർത്തമാനകാലത്ത് ഭക്തിയും മംഗളകർമ്മങ്ങളും ചെയ്തില്ലെങ്കിൽ ഭാവി ജീവിതം നരകമാകും. ആധ്യാത്മിക ജ്ഞാനം നേടിയ ശേഷം ഒരു ജ്ഞാനിയായ കർഷകനെ പോലെ ഒരു മനുഷ്യൻ എല്ലാ വർഷവും പ്രത്യേക മാസങ്ങളിൽ വിളകൾ വിതയ്ക്കും. അത് വീട്ടിൽ സംഭരിച്ചതിന് ശേഷം അത് ഭക്ഷിക്കുകയും വിറ്റ് ജീവിക്കുകയും ചെയ്യും. അതായത് ഒരു സമ്പൂർണ്ണ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം ഗുരുജി പറഞ്ഞതുപോലെ എല്ലാ സമാഗമത്തിലും ആരാധനയും ദാനവും ചെയ്തുകൊണ്ട് അവൻ തന്റെ ഭക്തി സമ്പത്ത് ശേഖരിക്കും. അതിനാൽ ഒരു പരമോന്നത സന്യാസി ഒരു മനുഷ്യനെ ജീവിത രീതി പഠിപ്പിക്കുന്നു. എല്ലാ പവിത്ര ഗ്രന്ഥങ്ങളും സാക്ഷ്യപ്പെടുത്തിയ യഥാർത്ഥ ആത്മീയ അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. മേൽപ്പറഞ്ഞ വിവരണത്തിൽ ഒരു വൃദ്ധൻ പറഞ്ഞു, എന്റെ എല്ലാ മക്കളെയും വളർത്തി ഞാൻ അവരെ വിവാഹം കഴിപ്പിച്ചു. എന്റെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. എന്റെ ജീവിതം വിജയിച്ചു. ഇപ്പോൾ എനിക്ക് മരിക്കാൻ വിഷമമില്ല. മുമ്പ് സ്വരൂപിച്ചതെല്ലാം അദ്ദേഹം ചെലവഴിച്ചുവെന്നത് പരിഗണിക്കേണ്ട കാര്യമാണ്. ഭാവിക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഫലമായി അവന്റെ മനുഷ്യ ജീവിതം പാഴായി. കബീർജി പറയുന്നു, ക്യാ മാംഗോ കുച്ച് സ്ഥിർ നാ രഹായി, ദേഖത് നൈൻ ചലാ ജഗ് ജായി, ഏക് ലഖ് പൂത് സവാ ലഖ് നാത്തി, ഉസ് രാവൺ കെ ദീവാ നാ ബാത്തി. അർത്ഥം, ഒരു മകനിലൂടെ ഒരു വ്യക്തി തന്റെ കുടുംബ പരമ്പര എന്നേക്കും നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവന്റെ തെറ്റിദ്ധാരണയാണ്. ശ്രീലങ്കയിലെ രാജാവായ രാവണന് 1,00,000 പുത്രന്മാരും 1,25,000 പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. നിലവിൽ വീട്ടിൽ വിളക്ക് കൊളുത്താൻ പോലും കുടുംബത്തിൽ, അതായത് പരമ്പരയിൽ ഒരാൾ പോലുമില്ല. എല്ലാവരും കൊല്ലപ്പെട്ടു. അതിനാൽ മനുഷ്യാന്റെ ശാശ്വതമല്ലാത്തത് എന്താണ്? നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് ആത്മീയമായ അറിവിന്റെ അഭാവം മൂലമാണ് ഈ ആഗ്രഹം ഉടലെടുത്തത്. നിങ്ങളുടെ വിധിയിൽ ഉള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി ഒന്നും സംഭവിക്കുന്നില്ല. ഒരു പുത്രനുണ്ടായാൽ കുടുംബ പരമ്പര പ്രചരിക്കുമെന്നും അവന്റെ പേര് ലോകത്ത് നിലനിൽക്കുമെന്നുമുള്ള ആ വൃദ്ധന്റെ വാക്കുകൾ വിശ്വസിച്ചാൽ ഒരു ഗ്രാമത്തിൽ തുടക്കത്തിൽ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പിന്മുറക്കാരിൽ നിന്ന് 100 കണക്കിന് കുടുംബങ്ങൾ രൂപപ്പെട്ടു. അവരുടെ കുടുംബ പരമ്പര തുടരുകയാണ്. അവരുടെ പേരും ലോകത്ത് തുടരുന്നു. എന്നാൽ പവിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് ഭക്തി ചെയ്യാത്തതിനാൽ കഴുതയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആ മാന്യൻ കഷ്ടപ്പെടുന്നുണ്ടാകാം എന്ന ദൈവനിയമം അനുസരിച്ച് അവിടെ കഴുതയുടെ വംശം പ്രചരിപ്പിച്ചാൽ അതിനുശേഷം അവനൊരു നായയായി ജനിക്കും. പിന്നെ ആ കുലത്തെ പ്രചരിപ്പിച്ച് മറ്റു ജീവികളുടെ ജീവിതത്തിൽ ജന്മമെടുക്കുകയും അനന്തമായ ജന്മങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 6. മനുഷ്യ ജീവിതത്തിലെ ഒരു വ്യക്തി ലൗകികമായ ജോലികൾ ചെയ്യുന്നതിനിടയിൽ സ്വയം ക്ഷേമത്തിന്റെ ചുമതലയും നിർവഹിക്കണം എന്നതാണ്. ഈ കാരണത്താൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പൂർവ്വപാപങ്ങളുടെ ഫലം കൂടി അതിന്റെ പ്രഹരങ്ങൾ കിട്ടുന്നതായിരിക്കും. സത്യഭക്തിയുടെ ഫലമായി കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്ന മുൻ പാപങ്ങളുടെ പ്രഹരങ്ങളും ഒഴിവാകും. കുടുംബം സമൃദ്ധമായി നിലനിൽക്കും. അല്ലാത്ത പക്ഷം നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലം കാരണം ഒരാൾ ഇടയ്ക്കിടെ സുഖദുഃഖങ്ങൾ സഹിക്കേണ്ടി വരും. ഒരിക്കൽ ഈ ദാസ്, അതായത് എഴുത്തുകാരൻ, ഒരു ഗ്രാമത്തിൽ 3 ദിവസത്തെ സത്സംഗ പാഠം, ഒരു പവിത്ര ഗ്രന്ഥത്തിന്റെ ആത്മീയ പ്രഭാഷണം നടത്തുകയായിരുന്നു. ആ കുടുംബത്തിലെ തന്നെ ഒരു ബന്ധു 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കൂടെ കൊണ്ടുവന്നു. ഒരു സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 4 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അവരെയെല്ലാം ഞാൻ വിവാഹം കഴിപ്പിച്ചു. ഒരു പക്ഷേ ഗ്രാമത്തിൽ എന്നെപ്പോലെ സന്തോഷവാനായ മറ്റാരും ഉണ്ടായിരിക്കില്ല. പിന്നീട് 2 വർഷത്തിനുള്ളിൽ എന്റെ കുടുംബം തകരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി.
2 ആൺമക്കൾ അവരുടെ അളിയന്റെ അടുത്തേക്ക് മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്നു. അവർ ഒരു അപകടത്തിൽ മരിച്ചു. അവരുടെ ഭാര്യമാർ വേറെ ഗ്രാമങ്ങളിൽ വിവാഹിതരായി. 1 വർഷത്തിനു ശേഷം രാത്രിയിൽ മറ്റൊരു മകൻ വയലിലെ കുഴൽക്കിണറ്റിൽ നിന്ന് പാമ്പ് കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ ദുരന്തത്തെ തുടർന്ന് 4ാമത്തെ മകൻ ഹൃദയാഘാതം മൂലം മരിച്ചു. മരുമകളെല്ലാം വീട് വിട്ടിറങ്ങി. എന്റെ ഭാര്യ മാനസികമായി തകർന്നു. ഇതെന്റെ മൂത്ത മകളുടെ മകനാണ്. ഞാൻ അവനോടൊപ്പം എന്റെ ദിവസങ്ങൾ കടന്നുപോകുന്നു. ഞാൻ എന്റെ മകളെ വീട്ടിൽ നിർത്തി. വിവേചന ബുദ്ധിയോടെ പ്രവർത്തിച്ച് മനുഷ്യജീവിതത്തിന്റെ യഥാർത്ഥ പാത സ്വായത്തമാക്കണമെന്ന് പ്രിയ വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഭക്തി ചെയ്യുക. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് നിങ്ങളുടെ മുൻജന്മങ്ങളിലെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കുട്ടിക്ക് ശരിയായ മതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും പുണ്യപ്രവർത്തികളെക്കുറിച്ചും അറിവില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എത്ര മാന്യനാണെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ തീർച്ചയായും ഒരു തെറ്റ് ചെയ്യും. അതെല്ലാം പാപങ്ങളുടെ ഫലത്താൽ സംഭവിക്കും. ഒരു വ്യക്തി പറഞ്ഞു, എന്റെ അമ്മായിയച്ഛൻ ഒരു ജാട്ട് കർഷകനായിരുന്നു. 4 ഏക്കർ ഭൂമിയുണ്ടായിരുന്നു. രാവും പകലും കഠിനാധ്വാനം ചെയ്തു. അവൻ ആകെ 16 ഏക്കർ ഭൂമി സമ്പാദിച്ചു, അതായത് മറ്റൊരു 10 ഏക്കർ. അദ്ദേഹത്തിന് 4 ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു. അവൻ അവരെയെല്ലാം വിവാഹം കഴിപ്പിച്ചു. 60 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മായിയച്ഛന് പക്ഷാഘാതം പിടിപെട്ടു. 4 ആൺമക്കളും വെവ്വേറെയാണ് താമസിച്ചിരുന്നത്. ചില ദിവസം അവൻ മൂത്ത മകനോടൊപ്പം താമസിച്ചു. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ അവന്റെ വസ്ത്രങ്ങൾ മണക്കാൻ തുടങ്ങി. പിന്നെ അവൻ 3ാമത്തെ മകനോടൊപ്പം അവന്റെ സ്ഥലത്ത് താമസിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവനും ഉപേക്ഷിച്ചു. ഇങ്ങനെ എല്ലാ 4 മക്കളും അവനെ നോക്കുന്നതിൽ നിരാശരായി. എന്റെ അമ്മായച്ഛനെ നോക്കണമെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത്, അതായത് ഗ്രാമസഭ, അവനെ സേവിക്കുന്ന മകന് 2 ഏക്കർ ഭൂമി കൂടി നൽകാൻ തീരുമാനിച്ചു. അവനെ പരിപാലിക്കാൻ ഇളയ മകൻ സ്വീകരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ കപ്പ് ചായയല്ല. ബന്ധുക്കൾ ഒത്തുകൂടി. എല്ലാ കുട്ടികളെയും അവർ എല്ലാ വിധത്തിലും ഉപദേശിച്ചു. പക്ഷെ ആരും അവനെ പരിപാലിക്കാൻ തയ്യാറായില്ല. ആ ഭക്തൻ പറഞ്ഞു, എന്റെ അമ്മായിയപ്പന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അവന്റെ ചെറുമകൻ അവന്റെ മുമ്പിൽ വന്നപ്പോൾ പിന്നെ കഴുത്തു ചലിപ്പിച്ച് അവൻ സൂചിപ്പിച്ചു, എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്കൊരു ആലിംഗനം തരാം. ഇതാണ് തെറ്റിദ്ധാരണ. മക്കൾ പുരസ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ പേരക്കുട്ടികൾ തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ 2 ഏക്കർ ഭൂമി കരാറിൽ കൊടുത്ത് അയാൾക്ക് വേണ്ടി ഒരു വേലക്കാരനെ സൂക്ഷിച്ചു. അയാൾക്ക് ദാരുണമായ മരണം സംഭവിച്ചു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 7. ഭക്തിയും പുണ്യവും ഇല്ലെങ്കിൽ മനുഷ്യജീവിതം നരകമാകുമെന്ന അറിവ് ഇത്രയും കഠിനാധ്വാനിയായ ഒരാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനോടൊപ്പമെങ്കിലും അവൻ ഈശ്വരഭക്തിയും ചെയ്യുമായിരുന്നു. എങ്കിൽ അത്തരമൊരു ദുരവസ്ഥ അനുഭവിക്കില്ലായിരുന്നുവെന്ന് ചിന്തിക്കുക. അവന്റെ മക്കളും അവനെ സേവിക്കുമായിരുന്നു. ഈ അറിവുകൾ തന്നെ സത്സംഗത്തിൽ നൽകിയിരുന്നു. ദയയുടെയും പുണ്യകർമ്മങ്ങളുടെയും പാഠമാണ് ഭക്തരെ പഠിപ്പിക്കുന്നത്. ഒരു സത്സംഗ സമയത്ത് പ്രായമായവർ, രോഗികൾ, അംഗവൈകല്യമുള്ളവർ, ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ, സഹോദരിമാർ, പെൺമക്കൾ എന്നിവർ ആശ്രമത്തിലെത്തുന്നു. സന്ദർശകരായ വയോധികരെയും രോഗികളെയും മറ്റ് അശരണരെയും പരിപാലിക്കുന്നതിനായി ആശ്രമത്തിൽ സ്ത്രീ പുരുഷ ഭക്തരെ നിയോഗിക്കുന്നു. അവർ അവരെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ അലക്കി അടുക്കളയിൽ നിന്ന് അനുഗ്രഹീതമായ ഭക്ഷണം കൊണ്ടുവന്ന് അവർ ഇരിക്കുന്ന ഹാളിൽ, അതായത് പന്തലിൽ, അവർക്ക് ഭക്ഷണം നൽകുന്നു. അവർ അവരുടെ സ്ഥലത്ത് ചായയും പാലും നൽകുന്നു. സത്സംഗത്തിന് വരുന്ന ബന്ധമില്ലാത്തവരെ സേവിക്കുന്ന മക്കളും, അതായത് സത്സംഗത്തിന് പോകുന്ന പെൺമക്കളും സഹോദരിമാരും അമ്മമാരും ഭക്ത സഹോദരന്മാരും അവരുടെ സ്വന്തം മാതാപിതാക്കളെയും സഹോദരനെയും സഹോദരിയെയും അച്ഛനെയും അമ്മായിയമ്മയെയും സേവിക്കുമെന്ന് ചിന്തിക്കുക. അതേ മനോഭാവത്തോടെ, കാരണം അത് അവരുടെ സ്വഭാവമായി മാറുന്നു. അവരുടെ ഹൃദയങ്ങളിൽ കരുണ നിറഞ്ഞിരിക്കുന്നു. അവർക്ക് ദൈവത്തിന്റെ ഭരണം നന്നായി അറിയാം. പക്ഷാഘാതം വന്ന് മക്കളാൽ അവഗണിക്കപ്പെട്ട കഠിനാധ്വാനിയായ കർഷകനെക്കുറിച്ചുള്ള മുൻ വിഷയത്തിൽ ആ പുത്രന്മാരും മരുമക്കളും സത്സംഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവർ അവരുടെ പിതാവിനെ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു. ആ കർഷകൻ ദൈവഭക്തി അനുഷ്ഠിച്ചിരുന്നെങ്കിൽ അവന്റെ ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കുമായിരുന്നു. അവന്റെ ഭക്തി നിമിത്തം അവൻ ചെയ്യുന്ന ആരാധനയുടെ മഹത്വത്തിൽ മതിപ്പുളവാകുകയും അവന്റെ കുടുംബം അവനെ സ്വയമേവ ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഉദാഹരണത്തിന്, സാധു സന്യാസിമാർ ഭക്തി മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായി ഗ്രാമം മുഴുവൻ അവരെ സേവിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഭക്തി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സന്യാസിമാർ ഭക്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സത്സംഗത്തിലൂടെ ജീവിത രീതി നല്ലതാകുന്നു. പരമോന്നത പരമാത്മാവായ കബീർ പറയുന്നു, കബീർ, കായ തേരി ഹൈ നഹീ, മായ കഹാ സെ ഹോയി, ഭക്തി കർ ദിൽ പാക് സെ, ജീവൻ ഹൈ ദിൻ ദോയ്, बिन उपदेश अचंभ है,
क्यों जीवत है प्राण, भक्ति बिना कहाँ ठौर है, ये नर नाही पाषाण. അർത്ഥം ദൈവം കബീർ പറയുന്നു, ഹേ നിരപരാധി, ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാതെ നിങ്ങൾ എന്ത് പ്രതീക്ഷയോടെയാണ് ജീവിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടേതല്ല. നിങ്ങൾ മരിക്കുമ്പോൾ ഇതും ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ എങ്ങനെ സമ്പത്ത് നിങ്ങളുടേതാകും? ഭക്തിയില്ലാതെ ഒരു ജീവജാലത്തിന് വിശ്രമമില്ല എന്ന തിരിച്ചറിവ് ഇല്ലാത്തവർ മനുഷ്യരല്ല, അവ കല്ലുകളാണ്. അവരുടെ ബുദ്ധി കീഴടങ്ങി. അപ്പോൾ കബീർജി പറഞ്ഞു, ബേഘാർ എന്നതിന്റെ നിർവചനം: अगम निगम को खोज ले, बुद्धि विवेक विचार, उद्यस्त का राज मिले तो बिन नाम बेगार. അർത്ഥം, പഴയ കാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ജീപ്പുകളും കാറുകളും വാഹനങ്ങളും ഇല്ലായിരുന്നു. പോലീസിന് ഒരു സ്ഥലം റെയ്ഡ് ചെയ്യേണ്ടി വന്നാൽ അവർ ഒരു സ്വകാര്യ മുച്ചക്ര വാഹനമോ 4 ചക്ര വാഹനമോ ആയ ഉടമയെ ബലമായി പിടിക്കുകയും അവന്റെ വാഹനത്തിലിരുന്ന്, അതായത് മുച്ചക്ര വാഹനമോ 4 വീലറോ അവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 8. മുച്ചക്ര വാഹനത്തിന്റെ ഉടമയാണ് ഡ്രൈവർ. പെട്രോളോ ഡീസലോ അടിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അന്നത്തെ ഉപജീവനത്തിന് പോലും അയാൾ ഉപയോഗിച്ചില്ല. പകൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം ഓടിക്കുകയായിരുന്നു പോലീസ്. ഒരു സാധാരണക്കാരൻ കരുതിയിരുന്നത് ഈ മുച്ചക്ര വാഹനക്കാരൻ ഇന്ന് ധാരാളം പണം സമ്പാദിക്കുമെന്ന്. അവൻ ദിവസം മുഴുവൻ വണ്ടി ഓടിച്ചു. എന്നാൽ അന്ന് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഡ്രൈവർക്ക് മാത്രമേ അറിയൂ. അവൻ ബെഗാർ ചെയ്തു, മുഴുവൻ പരിശ്രമിച്ചു, ഫലമില്ല. അതുപോലെ രാജാക്കന്മാർ ഈ ജന്മത്തിൽ ഭക്തി ചെയ്യുന്നതിന് പകരം തങ്ങളുടെ രാജ്യങ്ങളുടെ പരിപാലനത്തിൽ മാത്രം ജീവിതം അവസാനിപ്പിക്കുന്നു. അതിനാൽ അവർ ബേഘാർ ചെയ്യുന്നു. മുൻ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായാണ് ഒരാൾ രാജാവാകുന്നത്. ആ പുണ്യകർമ്മങ്ങളുടെ ഫലം ഈ വർത്തമാന ജീവിതത്തിൽ അവൻ ഭക്ഷിക്കുന്നു. രാജാവ് സുഖിക്കുകയാണെന്ന് പൊതുജനം കരുതുന്നു. ആത്മീയ കാഴ്ചപ്പാടിൽ അവൻ ബേഘാർ ചെയ്യുന്നു. അവൻ ഭക്തി ചെയ്യുന്നില്ല. അഥവാ സമ്പൂർണ്ണ ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ഇടയിൽ ഭൂമിയുടെ ഒരു രാജ്യം, അതായത് സമ്പൂർണ്ണ ലോകത്തിന്റെ രാജ്യം ലഭിച്ചാലും അയാൾ ഇപ്പോഴും വ്യർത്ഥമാണ്. ആ മുച്ചക്രവാഹന ഉടമയെപ്പോലെയുള്ള പരിശ്രമം അവൻ ഒന്നും നേടുകയില്ല. അതുകൊണ്ട് രാജാവായാലും പൊതുജനങ്ങളായാലും പണക്കാരനായാലും ദരിദ്രനായാലും എല്ലാവരും ഭക്തി പുതുതായി ചെയ്യണം. ഭക്തി മാത്രമേ അവരുടെ ഭാവി ശോഭനമാക്കൂ. പരമാത്മാവ് കബീർ തന്റെ ശിഷ്യനായ സന്ത് ഗരീബ് ദാസ്ജിയോട് തത്വജ്ഞാനം, യഥാർത്ഥ ആത്മീയ അറിവ് വിശദീകരിച്ചു. അത് ഇപ്രകാരമാണ്: രാഗ് ആശാവാരി വാണി നമ്പർ 1. मन तू चली रे सुख के सागर, जहाँ शब्द सिंधु रत्नागर, कोटि जन तो है मरता होगे, कुछ नहीं हाथ लगा रे, कुकर सुकर खर भया बोरे, कौआ हंस बुगारे, कोटि जन तू राजा किन्हा, मिटी ना मन की आशा, भिक्षुक होकर दर दर हांड्या, मिल्या ना निर्गुण रासा, इंद्र कुबेर ईश की पट्टी, ब्रह्मा वरुण धर्मराया, विष्णुनाथ के पुर कूण जाकर बहुर अपूठा आया, असख्य जन तो है मरते होगे, जीवित क्यों ना मरे रे, द्वादश मध्य महल मठ बोरे, बहुर ना देह धरे रे, दोजक बहिष्ट सभी तय देखे, राजपाट के रसिया, 3 लोक से तप्त नाही, यह मन भोगी खसिया, सतगुरु मिले तो इच्छा मिटे, पद मिल पदे समाना, चल हंसा उस लोक पठाऊं, जो आदि अमर अस्थाना, 4 मुक्ति जहां चंपी करती, माया हो रही दासी, दास गरीब अभय पद पर से, मिले राम अविनाशी. സൂക്ഷ്മവേദവാണിയുടെ അർത്ഥം: വാണിയുടെ വിവർത്തനം. ആത്മാവിനെയും മനുഷ്യന്റെ മനസ്സിനെയും കഥാപാത്രങ്ങളാക്കി സന്ത് ഗരീബ് ദാസ്ജി ലോകത്തിലെ മനുഷ്യരെ ഉപദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ലോകം ദുഃഖങ്ങളുടെ വാസസ്ഥലമാണ്. ദുരിതങ്ങളില്ലാത്ത മറ്റൊരു ലോകമുണ്ട്. ആ സ്ഥലം നിത്യപരമാത്മാവിന്റെ സത്യലോകം. അവിടെയുള്ള ഭഗവാൻ, അനശ്വരനായ പരമാത്മാവ്, സന്തോഷത്തിന്റെ സമുദ്രമാണ്. സുഖസാഗരത്തിന്റെ ഒരു ഹ്രസ്വ നിർവചനം, അതായത് അനശ്വര പരമാത്മാവ്, അദ്ദേഹത്തിന്റെ രാജ്യമായ അമർലോക്, അനശ്വര സ്ഥലം. शंखो लहर महर की उपजे, कहर नहीं जहां कोई, दास गरीब अचल अविनाशी, सुख का सागर सोई. അർത്ഥം: ഞാൻ രചയിതാവ് തനിച്ചായിരിക്കുമ്പോൾ ചിലപ്പോൾ അത്തരം വികാരങ്ങൾ എന്നിൽ ഉയർന്നു വരുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 9. ആ സമയത്ത് എല്ലാവരും എന്റേതാണെന്ന് തോന്നുന്നു. ആരൊക്കെ എന്നെ എത്ര ഉപദ്രവിച്ചാലും ഞാൻ അവരോട് വെറുപ്പ് വളർത്താറില്ല. എല്ലാവരോടും ഞാൻ കരുണ വളർത്തുന്നു.
ഈ അവസ്ഥ ഏതാനും മിനിറ്റുകൾ മാത്രമേ നിലനിൽക്കൂ. ഇതിനെ ലഹർ ഓഫ് മെഹർ, കരുണയുടെ തരംഗം എന്ന് വിളിക്കുന്നു. സത്ലോകത്തിലേക്ക്, അതായത് നിത്യമായ പരമവാസസ്ഥലത്തേക്ക് പോയതിനു ശേഷമാണ് ഓരോ ആത്മാവും ഇത്രയും സന്തോഷം അനുഭവിക്കുന്നത്. ആ വികാരം എന്റെ ആത്മാവിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അതേ ദയനീയാവസ്ഥ ആരംഭിക്കുന്നു. എന്തിനാണ് അവൻ ഇത് പറഞ്ഞത്? ആ വ്യക്തി നല്ലവനല്ല. ആ നഷ്ടം സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? ഇതിനെ കെഹാർ കി ലഹർ, ദുരന്തത്തിന്റെ ദുരന്തം, തരംഗമെന്ന് വിളിക്കുന്നു. കരുണയുടെ അനന്തമായ തിരകൾ ആ സത്ലോകത്തിൽ ഉദിക്കുന്നു. അവിടെ ഒരു ദുരന്തവുമില്ല, ഭയങ്കരമായ ദുരിതവുമില്ല. ആ നിലയ്ക്ക് കേഹാർ എന്നതിന്റെ അർത്ഥം ഭയാനകമായ ദുരിതമെന്നാണ്. ഉദാഹരണത്തിന്, ഒരു ഗ്രാമത്തിൽ പരസ്പര സംഘർഷം കാരണം എതിരാളി കുടുംബത്തിലെ 3 അംഗങ്ങളെ കൊന്നു. ചില സ്ഥലങ്ങളിൽ ഭൂകമ്പത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോഴാണ് പറയുന്നത് ദുരന്തം സംഭവിച്ചു. മുകളിൽ പറഞ്ഞ വാണിയിൽ സന്തോഷത്തിന്റെ സമുദ്രത്തിന്റെ ഒരു ഹ്രസ്വ നിർവചനം നൽകിയിട്ടുണ്ട്. ആ ശാശ്വത സ്ഥലം മാറ്റമില്ലാത്തതും നശിപ്പിക്കാനാവാത്തതും, അതായത് ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതുമാണെന്നും അവിടെ വസിക്കുന്ന പരമദൈവം അനശ്വരമാണെന്നും പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലവും പരമദൈവവും സന്തോഷത്തിന്റെ സമുദ്രമാണ്. ഉദാഹരണത്തിന്, ഒരു കപ്പൽ തുറമുഖത്തിന്റെ തീരത്ത് നിന്ന് 100 അല്ലെങ്കിൽ 200 കിലോമീറ്റർ അകലെ പോകുമ്പോൾ യാത്രക്കാർക്ക് വെള്ളത്തിനപ്പുറം, അതായത് സമുദ്രമല്ലാതെ മറ്റൊന്നും കാണില്ല. അതുപോലെ സത്യലോകത്തിൽ സന്തോഷമില്ലാതെ മറ്റൊന്നുമില്ല, അതായത് അവിടെ ദുഃഖമില്ല. ഇപ്പോൾ മുൻപ് സൂചിപ്പിച്ച വാണിയുടെ വിവർത്തനം: मन तू चल रे सुख के सागर, जहाँ शब्द सिंधु रत्नागर, कोटि जन तोहे भ्रमत होगे, कुछ नहीं हाथ लगा रे, कुकर शुकर खर भया बोरे, कौ हस बुगारे. അർത്ഥം: പരമോന്നത ദൈവം കബീർ സൂക്ഷ്മവേദത്തെ തന്റെ പുണ്യാത്മാ കബീർ ദാസ്ജിക്ക് വിശദീകരിച്ചു. ആത്മാവിനെയും, അതായത് മനുഷ്യന്റെ മനസ്സിനെയും കഥാപാത്രങ്ങളാക്കി. സന്റ് ഗരീബ് ദാസ്ജി, ചുഡാനി, ജിൽജ്വർ, ഹരിയാന സംസ്ഥാനം. കാലബ്രഹ്മ ലോകത്തിന്റെ കഷ്ടപ്പാടുകളും സത്ലോകിന്റെ സുഖസൗകര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് സത്ലോകത്തിലെ മനുഷ്യനെ പ്രചോദിപ്പിച്ചു. ആ പരമമായ വാസസ്ഥലത്തേക്ക് പോകാൻ പവിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ആരാധന നടത്തുക. മൻതു ചൽ റേ സുക്കേ സാഗർ, ഓ മനുഷ്യ, മനസ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. ശബ്ദം, വാക്ക്, നശിക്കാത്ത ശാശ്വതമായ പരമാത്മാവിലേക്ക് വരിക. അതിനാൽ ശബ്ദം എന്നതിന്റെ അർത്ഥം ആ സ്ഥലം നിത്യതയുടെ ഒരു സിന്ധു സമുദ്രമാണെന്നും ആഗർ മോക്ഷം പോലെയുള്ള വിലയേറിയ കല്ലിന്റെ ഖനിയാണ്. ഈ കാലബ്രഹ്മിന്റെ ലോകത്തിൽ നിങ്ങൾ ഭക്തി പോലും ചെയ്തു. എന്നാൽ വേദാധിഷ്ഠിത ആരാധനാ രീതി പറയുന്ന തത്വദർശി സന്യാസിയെ കണ്ടെത്താത്തതിനാൽ നിങ്ങൾ ദശലക്ഷക്കണക്കിന് ജന്മങ്ങളായി അലഞ്ഞു നടക്കുന്ന, ദശലക്ഷക്കണക്കിന് കോടികളുടെ രൂപ സമാഹരിച്ച് നിങ്ങൾ ജീവിതം മുഴുവൻ ചെലവഴിക്കുന്നു. തുടർന്ന് നിങ്ങൾ മരിക്കുന്നു. മുൻ കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾക്ക് ലഭിച്ച സമ്പത്ത് ഉപേക്ഷിച്ച് നിങ്ങൾ ഈ ലോകം വിട്ടുപോയി. ആ സമ്പത്ത് സമ്പാദിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിങ്ങളോടൊപ്പം വന്നു. തത്വദർശി സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ ജീവിതത്തിൽ വേദാധിഷ്ഠിത ആരാധനാ രീതികൾ ചെയ്തില്ല. അതിന്റെ ഫലമായി നിങ്ങൾ വെറും കൈയോടെ പോയി. മുൻകാല പുണ്യകർമ്മങ്ങൾക്ക് പകരമായി നിങ്ങൾ സമ്പത്ത് സമ്പാദിച്ചു. ആ സമ്പത്ത് ഇവിടെ നിലനിന്നു. നിനക്ക് ഒന്നും കിട്ടിയില്ല. സമ്പത്ത് സമ്പാദിച്ചതിന്റെയും വേദാധിഷ്ഠിത ആരാധന നടത്താത്തതിന്റെയും പാപങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു. ഖുഗർ നായ, ഘർ കഴുത, സുഖർ പന്നി, കാക്ക പക്ഷി, ഹസം തടാകത്തിലെ മുത്തുകൾ മാത്രം തിന്നുന്ന പക്ഷി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ദ്രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട രീതി, പേജ് നമ്പർ 10. ബുഗഹൈറോൺ പക്ഷി എന്നിങ്ങനെയുള്ള ജീവിതങ്ങളിൽ നിങ്ങൾ കഷ്ടപ്പെട്ടു. कोटि जन तो राजा कीन्हा, मिटी ना मन की आशा, विक्षुक होकर दर दर हांड्या, मिला ना निर्गुण रासा. പരിഭാഷ: ഹേ മനുഷ്യ, അങ്ങേയറ്റം ദുഷ്കരമായ കാലന്റെ ബ്രഹ്മിന്റെ മതപരമായ ആചാരം നിങ്ങൾ നടത്തി. വീടുപേക്ഷിച്ച് നിങ്ങൾ കാട്ടിൽ താമസിച്ചു. പിന്നെ നിങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വീടാന്തരം ചുറ്റി നടന്നു. കാട്ടിൽ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു ആരാധകൻ ഭിക്ഷ വാങ്ങാൻ അടുത്തുള്ള ഗ്രാമത്തിലേക്കോ നഗരത്തിലേക്കോ പോകുന്നു. ഒരു വീട്ടിൽ നിന്ന് സമ്പൂർണ്ണ ഭിക്ഷ കിട്ടിയില്ലെങ്കിൽ മറ്റു വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ച് കാട്ടിലേക്ക് മടങ്ങും. ചിലപ്പോൾ ഭക്തർ ഒരു ദിവസം ഭിക്ഷ കൊണ്ടുവരുന്നു. തുടർന്ന് 2-3 ദിവസത്തേക്ക് അതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്നു. തുണി പോലുള്ള നേർത്ത തൂവാലയെ അരിപ്പ എന്ന് വിളിക്കുന്നു. ആ നേർത്ത തുണിയിൽ, അരിപ്പയിൽ ചപ്പാത്തികൾ മടക്കി അവർ ഒരു മരത്തിന്റെ കൊമ്പുകളിൽ കെട്ടുന്നു. ആ ചപ്പാത്തികൾ ഉണങ്ങിപ്പോകും. വെള്ളത്തിൽ കുതിർത്ത് മൃദുവാക്കിക്കൊണ്ട് അവ കഴിക്കുന്നു.
ഭിക്ഷയാചിച്ച് പാഴാക്കുന്ന സമയം ലാഭിച്ച് അവർ ആ സമയം കാലന്റെ ആരാധനയിൽ വിനിയോഗിക്കുന്നു. ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന്, അതായത് സമ്പൂർണ്ണ മോക്ഷം നേടാൻ അവർ വേദങ്ങളിലും ലോകവേദത്തിലും നാട്ടിൽ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് കഠിനമായ തപസ് ചെയ്തു എന്നാണ് അർത്ഥം. തത്വദർശി സന്യാസിയെ കണ്ടെത്താത്തതിനാൽ അവർ നിർഗുണരസം കണ്ടെത്തിയില്ല. അതായത് തത്വജ്ഞാനം എന്ന് വിളിക്കപ്പെടുന്ന മറഞ്ഞിരിക്കുന്ന അറിവ്. അത് യജുർവേദ അധ്യായം 40 മന്ത്രം 10 4 വേദങ്ങളുടെ സംഗ്രഹമായ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 32-34 പരാമർശിച്ചിരിക്കുന്നതിനാൽ യജ്ഞങ്ങളെക്കുറിച്ചുള്ള വിശദമായ അറിവ്, അതായത് സച്ചിദാനന്ദ ഘൻബ്രം, അതായത് പരം അക്ഷരബ്രം തന്റെ മുഖകമലത്തിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് വിവരിക്കുന്ന ധർമ്മപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള വിശദമായ അറിവ് തത്വജ്ഞാനമാണ്. അതായത് സൂക്ഷ്മവേദമാണ്. തത്വജ്ഞാനികളുടെ അടുത്ത് തത്വജ്ഞാനി ചെന്ന് നിങ്ങൾക്ക് ആ തത്വജ്ഞാനം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഗീതാജ്ഞാനദാതാവായ ബ്രം പ്രസ്താവിച്ചിട്ടുണ്ട്. അവരുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും വിനീതമായി ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നതിലൂടെ പരമാത്മാവിന്റെ സത്തയെക്കുറിച്ച് നന്നായി അറിയാവുന്ന തത്വദർശി സന്യാസിമാർ നിങ്ങൾക്ക് തത്വജ്ഞാനത്തെക്കുറിച്ച് ഉപദേശിക്കും. തത്വജ്ഞാനം വേദങ്ങളിലോ ഗീതയിലോ ഇല്ലെന്ന് ഇത് തെളിയിക്കുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ ബ്രം ഒരു അധ്യായം കൂടി പറയുമായിരുന്നു. ആ അധ്യായത്തിലെ തത്വജ്ഞാനം വായിക്കുക എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. മനുഷ്യന്റെ മനസ്സിന്റെ ആഹ്വാനപ്രകാരം സന്ത് ഗരീബ് ദാസ് ജി മനുഷ്യരെ ഉപദേശിച്ചു. ആ നിർഗുണരസം, അതായത് തത്വജ്ഞാനം കാലബ്രഹ്മത്തെ ആരാധിച്ചുകൊണ്ട് കണ്ടെത്താത്തതിനാൽ നിങ്ങൾ ദശലക്ഷക്കണക്കിന് ജന്മങ്ങളിൽ രാജാവായി തീർന്നു. എന്നിരുന്നാലും മനസ്സിന്റെ ആഗ്രഹം അവസാനിച്ചില്ല. കാരണം ഒരു രാജാവ് സ്വർഗത്തിൽ സന്തോഷമുണ്ടെന്ന് കരുതുന്നു. ഈ കാലലോകത്തിൽ സന്തോഷവുമില്ല, സമാധാനവുമില്ല. നിർഗുണരസത്തിന്റെ അർത്ഥം വസ്തു നിലവിലുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നതാണ് നിർഗുണത്തിന്റെ അർത്ഥം. ഒരു മരത്തിന്റെ വിത്തിൽ പഴവും മരവും നിർഗുണരൂപത്തിലാണ്. ആ വിത്ത് മണ്ണിൽ വിതച്ച് നനച്ചാൽ ആ സർഗുണ വസ്തു മരത്തിന്റെ ഫലം ലഭിക്കും. ഈ അറിവ് ഇല്ലാത്തതിനാൽ നമ്മൾ മാവിന്റെ ഫലങ്ങളും തണലും ഇല്ലാതെ തുടരുന്നു. രസം 5 ബുദ്ധിമുട്ടുണ്ട്, അതായത് സങ്കീർണമായൊരു ജോലി സൂക്ഷ്മവേദത്തിൽ പരമോന്നതനായ കബീർ ഇപ്രകാരം പ്രസ്താവിച്ചു. कबीर 9 मन सूत उलझिया ऋषि रहे झकमार सतगुरु ऐसा सुलझा दे उलझे ना दूजी बार. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട രീതി, പേജ് നമ്പർ 11. പരിഭാഷ: ആത്മീയ അറിവിന്റെ 9 പൗണ്ട് നൂലുകൾ കുടുങ്ങിയതായി പരമോന്നത പരമാത്മാവായ കബീർ പറഞ്ഞു. 1 കിലോഗ്രാം കുരുങ്ങിയ നൂൽ വേർപ്പെടുത്താൻ നെയ്ത്തുകാർക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ സമയമെടുക്കും. അഴിക്കുമ്പോൾ നൂൽ പൊട്ടിയാൽ തുണിയിൽ ഒരു കുരുക്ക് കിട്ടുമായിരുന്നു. കെട്ടുള്ള തുണി ആരും വാങ്ങില്ല. അതിനാൽ അമിതമായി കുടുങ്ങിയ നൂൽ ആരും അഴിച്ചിട്ടില്ലെന്ന് നെയ്ത്തുകാരുടെ കൃത്യമായ ഉദാഹരണം നൽകി പരമോന്നത ദൈവം കബീർ വിശദീകരിച്ചു. ആത്മീയ ജ്ഞാനം ഒരു സദ്ഗുരുവിന്, അതായത് ഒരു തത്വദർശി സന്യാസിക്ക് ഇനിയൊരിക്കലും പിണയാത്ത വിധത്തിൽ പിളർക്കുന്ന ആ 9 നൂൽക്കൂട്ടം പോലെയാണ്. പിണഞ്ഞുപോയ ആധ്യാത്മിക ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ആരാധനയിലൂടെ, അതായത് ലോകവേദ പ്രകാരം, നാടോടി പ്രകാരം നാം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോയി. 84 ലക്ഷം ജീവജാലങ്ങളുടെ ജീവിതത്തിലേക്ക് പോയി. ഒരു തുണ്ട് ഭൂമിയുടെ രാജ്യം സമ്പാദിച്ചു. ഭൂമിയിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പിന്നെ വീണ്ടും ജനനമരണ ചക്രത്തിൽ വീണു. ഞങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ അനുഭവിച്ചു. എന്നാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് കാലബ്രഹ്മത്തെ ആരാധിച്ചതുകൊണ്ട് ആ പരമമായ ശാന്തിയും ശാശ്വത പരമമായ വാസസ്ഥലവും നേടിയില്ല. അത് ഗീതാ അധ്യായം 18 ശ്ലോകം 62 പരാമർശിച്ചിരിക്കുന്നു. മാത്രമല്ല പരമേശ്വരന്റെ ആ പരമമായ അവസ്ഥയും നമുക്ക് ലഭിച്ചില്ല. ഗീതാ അധ്യായം 15 ശ്ലോകം 4 പരാമർശിച്ചിരിക്കുന്നത് പോലെ അവിടെ പോയാൽ ആരാധകർ ഒരിക്കലും ഈ ലോകത്തിലേക്ക് മടങ്ങി വരില്ല. കാലബ്രഹ്മത്തെ ആരാധിക്കുന്നതിലൂടെ ഇനി പറയുന്ന പ്രയോജനം ലഭിക്കും. വാണി നമ്പർ 3. इंद्र कुबेर ईश की पदवी ब्रह्मा वरुण धर्मराया विष्णुनाथ के पुर कूण जाकर बहुर अपूठा आया. പരിഭാഷ: കാലബ്രഹ്മന്റെ ധർമാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു ആരാധകൻ ഇന്ദ്രന്റെ സ്ഥാനവും നേടുന്നു. ഇന്ദ്രന് സ്വർഗരാജാവിന്റെ സ്ഥാനമാണ്. ദേവരാജ്, അതായത് ദേവന്മാരുടെ രാജാവ്, സൂർപതി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ജലസേചന വകുപ്പും, അതായത് മഴയുടെ വകുപ്പും അദ്ദേഹത്തിന്റെ കീഴിലാണ്. ചോദ്യം: എങ്ങനെയാണ് ഒരാൾക്ക് ഇന്ദ്രസ്ഥാനം ലഭിക്കുന്നത്? ഉത്തരം:
ഒന്നുകിൽ അമിതമായ ധ്യാനം പരിശീലിക്കുന്നതിലൂടെയോ, അതായത് തപം പരിശീലിക്കുന്നതിലൂടെയോ, അല്ലെങ്കിൽ 100 മന്ന് പശുവിൻ്റെയോ എരുമയുടെയോ നെയ്യ് ഉപയോഗിച്ച്, അതായത് 4000 കിലോ പശുവിൻ്റെയോ എരുമയുടെയോ നെയ്യ് ഉപയോഗിച്ച് ഒരു യാഗം നടത്തുന്നതിലൂടെയോ ഒരു ധർമ്മപരമായ യാഗചടങ്ങുകൾ, അതായത് ധർമ്മയാഗം പൂർത്തീകരിക്കപ്പെടുന്നു. അത്തരം 100 മുടക്കമില്ലാത്ത ധർമ്മയാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു ഉപാസകൻ ഇന്ദ്രസ്ഥാനം പ്രാപിക്കുന്നു. ധ്യാനവേളയിലോ ബലിദാന ചടങ്ങിലോ കീഴ്വഴക്കമുണ്ടെങ്കിൽ ധ്യാനമോ ബലിദാന ചടങ്ങോ പുതുതായി നടത്തേണ്ടതുണ്ട്. ഇതുവഴി ഇന്ദ്രസ്ഥാനം ലഭിക്കും. ചോദ്യം: ഇന്ദ്രന്റെ കാലാവധി എന്താണ്? മരണശേഷം ഇന്ദ്രന്റെ സ്ഥാനം ഉപേക്ഷിച്ച് ആത്മാവ് ഏത് ജീവിതത്തിലേക്ക് പോകുന്നു? ഉത്തരം: 72 ചാക്കാതി, അതായത് 72 ചതുര്യുഗം വരെ ഇന്ദ്രൻ സ്വർഗരാജാവിന്റെ സ്ഥാനത്ത് തുടരുന്നു. ഒരു ചതുര്യുഗത്തിന് സത്യയുഗ്, തേത്രായുഗം, ദ്വാപരയുഗം, കലിയുഗം ഉൾപ്പെടുന്നു. അത് യഥാക്രമം 17,28,000, 4,12,96,000, 48,64,000, 43,20,000 ആണ്. സത്യയുഗം, തേത്രായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിന്റെ സംയോജിത കാലഘട്ടം, അതായത് 43,20,000 വർഷത്തെ ഒരു കാലഘട്ടം ഒരു ചതുര്യംഗമാക്കുന്നു. ആ ഉപാസകൻ 72 ചതുരംഗങ്ങൾക്ക് ഇന്ദ്രപദവിയിൽ സ്വർഗരാജാവിന്റെ സുഖഭോഗങ്ങൾ ആസ്വദിക്കുന്നു. ബ്രഹ്മാവിന്റെ ഒരു കൽപ്പത്തിൽ, അതായത് ഒരു ദിവസം 1008 ചതുർയുഗം 14 ആത്മാക്കൾ ഇന്ദ്രന്റെ സ്ഥാനം നേടുന്നു. ഇന്ദ്രന്റെ സ്ഥാനം ആസ്വദിച്ച ശേഷം ആ ആത്മാക്കൾ കഴുതയുടെ ജീവൻ പ്രാപിക്കുന്നു.